അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവരൊക്കെ ബാധ്യത വീട്ടാത്തവരായി, പ്രത്യേകിച്ച് അനിയന്ത്രാവകാശികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഹറാമിൽ നിന്നവരായി മാറുന്നതാണ് പ്രശ്നമായി. നമ്മൾ ആ വിഷയത്തെ ശ്രദ്ധിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം പരിശുദ്ധമാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു മാർഗമാണ് സക്കാത്ത് എന്നുള്ളത്. ആ സക്കാത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്ന് പല നാടുകളിലും വ്യാപകമായ പേരുകൾ വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളെ കറുത്തനെന്നോ ഗുരുടനെന്നോ എന്ന് തുടങ്ങിയിട്ട് ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പേര്, ചില നാട്ടിൽ തന്നാൽ എത്ര പേര് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒറിജിനൽ പേര് മിക്കവാറും ആർക്കും അറിയില്ല. അവർക്ക് ഏതെങ്കിലും ഒരു എത്ര പേരെടുത്ത് വിളിക്കും. ആ എത്ര പേര് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത പാട്ടും ഇഷ്ടമുള്ളതാണെങ്കിൽ പ്രശ്നമില്ല. ഇഷ്ടമില്ലാത്ത ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ടാകും, അവർ മതസ്ഥം നൽകി അനുഗ്രഹിക്കണം. നമുക്ക് MLA എന്ന് വിളിച്ചാൽ അറിയില്ല. എന്തൊക്കെ സാധു മനുഷ്യൻ നല്ല ആളുകൾ പറഞ്ഞ അങ്ങനെ വിളിച്ചു ബാക്കി നിങ്ങളെ MLA എന്ന് വിളിച്ചാൽ അറിയുമോ, വെളുത്തോ, എനിക്ക് 100% വെളുത്തുക അങ്ങനെ വിളിച്ചാലേ അറിയൂ. അപ്പൊ അതൊക്കെ നല്ലൊരു കുറവല്ല. ചില പേരുണ്ട്, അത് അവർക്കതിന് ഇഷ്ടപ്പെടില്ല. അവരെ നേരിട്ട് വിളിക്കുന്നത് അവർ സഹിക്കുകയുമില്ല. അങ്ങനെയുള്ള എൻ്റെ പേരിൽ കാരണവശാലും വിളിക്കും. കാരണം നമ്മുടെ ആത്മനാശം ഒരു ചെറിയ സംഭവം പറയാം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ കളറെങ്ങനെ ഇരിക്കട്ടെ എന്താ നല്ല വെള്ളമായിരിക്കും ആണോ? അല്ല, കൈക്കട്ട പോലെ കാത്തിരിക്കണം. കാരണം അടിമയാണ്. ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് നല്ല വെളുത്തൊരു സഹാബിയുണ്ടായിരുന്നു. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് അബൂ ദർ സ്വർഗ്ഗവാസിയാണ്. തന്നെ മഹ്ശറ വരുന്നത് കൂട്ടത്തിലല്ല വന്യനായിട്ടായിരിക്കും. അതിനപ്പുറം ഒന്നുകൂടി പറഞ്ഞു, മഹ്ശറ വരുന്നത് വഹ്ദാന, നീ ജീവിക്കുന്നത് ഒറ്റയാനായിട്ടായിരിക്കും. അതങ്ങനെ തന്നെ പറ്റി. ഖലീഫമാരുടെ കാലമായപ്പോൾ ഖലീഫമാർക്കൊക്കെ ഭരണം നടത്തൽ ഭയങ്കര പ്രശ്നമായി പോലെയുണ്ട്. കാരണം തവക്കുൽ അങ്ങേയറ്റോ. ഇന്നത്തെ ദിവസം തൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് ഉറങ്ങുന്നതിന് മുമ്പ് മൊത്തം തീർത്തിരിക്കും. എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തൻ്റെ ചെലവഴിച്ച് ബാക്കിയുള്ള നാട്ടിലെ പട്ടികമായ കണ്ണം നാളത്തെ കാര്യത്തിൽ ചെലവിൽ ചിന്തയില്ല. അതിൻ്റെ റബ്ബാണ്. ഈ സൈസിൽ തവക്കുലാണ്. അതിൻ്റെ ഓവർ തവക്കുലാണ്, കടുപ്പം തവക്കുലാണ്. രാജ്യത്തിൻ്റെ ഖജനാവിനകത്തുള്ള ബാക്കി വെക്കുന്ന ഓവർ തവക്കുലാണ്. എന്ന് പറഞ്ഞാൽ നാട്ടിലെവിടെയെങ്കിലും പാവങ്ങളുണ്ടെങ്കിൽ കടക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോയി ഖജനാവിനെ മൊത്തം സമ്പത്ത് തീർത്തിട്ട് നാളത്തെ കൂടെ നാളെ വരും. അന്നത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ സൈസിൽ പോളിസി ആയിരുന്നു. ആ കടുപ്പത്തിൻ്റെ പേരെ നിബന്ധന പറഞ്ഞത് പിന്നെ ആർക്കും സഹിക്കാൻ ഒക്കില്ല. നീ ഒറ്റയ്ക്കായിരിക്കും ജീവിക്കുന്നത്, അവസാനം നീ മരിക്കുമ്പോഴും ഒറ്റയ്ക്കായിരിക്കും, നാളെ മനുഷ്യരെ നീ വരച്ചതും ഈ സ്ഥാനത്തിന്റെ പേരിൽ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. മരിക്കുമ്പോഴും അങ്ങനെ നാളെ കാട്ടിലേക്ക് പറഞ്ഞുള്ളൂ. ഖലീഫമാരും എല്ലാ സൗകര്യം കൊടുത്തിട്ടുണ്ട്. നീ എന്നിട്ട് ഭാര്യ കാട്ടിൽ പോയി താമസമോ നാട്ടിൽ താമസിക്കാൻ ഒക്കില്ല. അങ്ങനെ അവിടെ വെച്ച് തന്നെയാണ് മരിക്കുന്നത്. അത് വേറൊരു സംഭവം പോട്ടെ. അപ്പം ഏതാണെങ്കിലും ഈ അബൂ ദർ റളിയല്ലാഹു അൻഹു നമ്മുടെ ബിലാൽ റളിയല്ലാഹു അൻഹു കൈക്കട്ട പോലെ കലർന്നിരിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇത് മസ്ജിദ് നബവിയാണ്. ബിലാൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം, ആ നിൽക്കുന്ന സമയത്ത് ഏറ്റവും മുന്നതനായ അബൂ ദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു. എന്താ വിളിച്ചത്? നമ്മൾ സാധാരണ പറയാറില്ലേ, കൈക്കൂട്ടാൻ വിളിക്കുന്നില്ല. എന്നതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു. സ്നേഹത്തിൽ വിളിച്ചാണ്. ആക്ഷേപിക്കാനോ കളിയാക്കാനൊന്നുമല്ല, സ്നേഹം കൊണ്ട് വിളിച്ചു. ഇവര് പറഞ്ഞ മോൻ സൗദ എന്ന് പറഞ്ഞാൽ കറുബിയുടെ മോനെ വിളിച്ചു. പക്ഷെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് വിളിച്ചപ്പോൾ ഈ തമാശ ആർക്ക് ഇഷ്ടപ്പെട്ടില്ല, ബിലാൽ റളിയല്ലാഹു ഇഷ്ടപ്പെട്ടില്ല. നേരെ കോടതി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അബൂ ദർ കറുബിയുടെ മോനെ എന്ന് വിളിച്ചു. കേസായതിന്റെ കേസാണ്. കഴിഞ്ഞ ദിവസം മനസ്സിലാത്ത കാര്യം പറഞ്ഞ പോലെ കേസ് കോടതിയിൽ വന്നാൽ പിന്നെ അവിടെ കളിയും ചെയ്യുകയൊന്നുമില്ല. നീതിയായിട്ട് പോകും. ഇവരെ സൗദാന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. കേസെടുത്തു. കേസെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അബൂ ദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ, ഞാൻ തമാശക്ക് പറഞ്ഞതാണെങ്കിലും അത് ബിലാലിന് സഹിക്കാൻ ഒത്തില്ല. അതുകൊണ്ട് നാളെ എന്താ മഹ്ശറയിൽ ചെയ്ത അങ്ങനെ പോയി നോക്കി വിരോധനം കൊടുത്തു. അതിനപ്പുറത്തേക്ക് കോടതി പോയി വിധിയെടുത്തിട്ട് ഒരു കോടതി വിധിച്ചാൽ മാക്സിമം വിധി എന്താ ആദ്യം കൊന്നു കളയും. അതിനപ്പുറത്തേക്ക് ഒന്നും ദുനിയാവ് വിധിക്കാൻ. പക്ഷെ നാളെ എന്താ അത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, കാലം നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് എൻ്റെ ആത്മാവിലേക്ക് നഷ്ടപ്പെടുമോ? പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയോ, ഈ
അബൂദർ റളിയല്ലാഹു അൻഹു മദീനയുടെ തൂണിനെടുക്കലോട്ട് ഒരല്പം വള്ളിയും എടുത്തിട്ട് വന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, ആ തൂണിനെ ഇടയ്ക്കാക്കിക്കൊണ്ട് രണ്ട് കാല് അപ്പുറത്തോട്ട് ഇട്ടിട്ട് ആ രണ്ട് കാലും കൂടെ സ്വന്തം കൂട്ടിക്കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു സഹാജിയോടെ ചുരുക്കൊണ്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്റെ കൈ നടക്കണം ചേർത്ത് കേട്ടേക്കാം. അപ്പൊ തൂണിടയ്ക്ക് തൂണിന്റെ അപ്പുറത്ത് രണ്ട് കാല് രണ്ട് കൈയും അപ്പുറത്ത് വെച്ചു. അതിനെ കൂട്ടിക്കിട്ടി. കൂട്ടിക്കിട്ടിയിട്ട് പറഞ്ഞു, ബിലാലിനെല്ലാം പരാതിപ്പെടുത്തിട്ട് വരട്ടെ. വരുന്ന സമയത്ത് പറയണം, ആ ബിലാല് കാല് കൊണ്ട് എന്റെ കൗള് ചവിട്ടി തേക്കാതെ ഞാൻ ഈ കെട്ടിൽ നിന്ന് മാറില്ല. ഞാൻ വെള്ളം കുടിക്കില്ല, ഞാൻ ഭക്ഷണം കഴിക്കില്ല. കാരണം ഞാൻ അഹങ്കാരിയായ എന്നെ ബിലാൽ എന്ത് ചെയ്യണം, കറുങ്കിയുടെ മോനെ ഞാൻ വിളിച്ച കൈക്കട്ട പോലെ കറുത്ത ബിലാല് ആ പാദം കൊണ്ട് എന്നെ കൗളി ചോടണം, അല്ലാതെ ഞാൻ പോകില്ല. സഹപാക്കൾ പെട്ടെന്ന് ബിലാലെ അബൂദർ ശിക്ഷ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് നീ പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്താ ശിക്ഷ? അത് അബൂദറിന്റെ കൗളിൽ നീ കാല് കൊണ്ട് ചവിട്ടണം, ചവിട്ടി കഴിക്കണം. ബിലാലിന്റെ എന്നെ പരാതി ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞു. കാരണം ഈ പരാതിയേക്കാൾ കടുപ്പമാണേത് അബൂദറിന്റെ ചവിട്ടുക എന്നുള്ളത്. അത് എത്രയോ ഉന്നതനാണ്, സ്വർഗവാസിയായ സഹാബി. ഈ മനുഷ്യന്റെ കൗളിൽ ഞാൻ ചവിട്ടാൻ എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ഓരോന്നും അബൂദർ ഞാൻ കെട്ടഴിച്ചേക്കാം, എനിക്ക് പരാതിയില്ല, എന്റെ പരാതി ഞാൻ പിൻവലിച്ചു. ആഹ്ലത്തിൽ ഞാൻ ചോദിക്കില്ല, ദുനിയാവിൽ ഞാൻ ചോദിക്കില്ല, ഞാൻ പൂർണ്ണമായിട്ട് പൊരുത്തപ്പെട്ടു തന്നു. അബൂദർ പറഞ്ഞു, ഓരോ ബിലാലില്ല, ഞാൻ പൊരുത്തപ്പെട്ട തീരുന്ന പ്രശ്നമല്ല, എന്റെ അഹങ്കാരമാണ്. എന്റെ തൊലി പഠിച്ച് വിളിപ്പിച്ച് തന്നുകൊണ്ടല്ല ഞാൻ നിന്നെ എന്നെ വിളിച്ചത്. എന്റെ അഹങ്കാരത്തിൽ എനിക്ക് ചവിട്ടി തേച്ചേ പറ്റൂ. ഈ എന്റെ ജീവിതത്തിൽ ഈ ശിശു കൊണ്ടുവരുന്ന ഞാൻ ചെയ്യില്ല. ആഹ്ലം ഭയക്കുന്നത് എങ്ങനെയാണ്? അവസാനം ബിലാൽ എന്നെ കൊണ്ട് ചവിട്ടാൻ ഒക്കില്ല, എന്നെ കൊണ്ട് ചവിട്ടാൻ ഒക്കില്ല. ഭയങ്കര പ്രശ്നമായി, കെട്ടൊക്കെ കഴിക്കണമെങ്കിൽ. പക്ഷെ അബൂദറില്ല, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഞാൻ അതുപോലെ വെള്ളം കുടിക്കണമെങ്കിൽ നീ എന്നെ ചവിട്ടാതെ ഞാൻ മാറില്ല. ബിലാലെ അവസാന സഹാബാക്കൾ മുതിർന്നവരെല്ലാം ഇടപെട്ടിട്ട് പറഞ്ഞു, ബിലാലെ അബൂദറിന്റെ സ്വഭാവത്തിനൊക്കെ അറിയാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലെ പറഞ്ഞു, ഇവന്റെ സ്വഭാവം വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യും, എവിടെ വന്യനായിരിക്കും, അത്ര വാശിക്കാശില്ല, നീ ചുമ്മ ചെന്നാലൊന്ന് ചവിട്ടി ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ബിലാലും പോയി കാലൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കഴിയും കാലല്ലേ എനിക്ക് വേണ്ടത്. ചെരുപ്പൊക്കെ മാറ്റിയിട്ടിട്ട് തറയിൽ കൂടി നടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ അവസാനം ചെരുപ്പൊക്കെ മാറ്റി നടന്നിങ്ങോട്ട് വന്നു. ബിലാൽ ഇതിനേക്കാൾ ആഹ്ലം വരേണ്ട വ്യക്തി. ബിലാൽ തള്ളകരുന്ന തുമ്പുകൊണ്ട് ആ കൗളിലൊന്നും തോണ്ടി. പക്ഷെ തോണ്ടിയപ്പോഴത്തേക്ക് ബിലാൽ ബോധം താഴെ വേണം. കാരണം തന്നെ കൊണ്ട് സഹിക്കുന്നില്ല. ഈ ഉന്നതനായ ഒരു വ്യക്തി ആ മഹാൻ വ്യക്തിയുടെ കവിളിൽ ചവിട്ടി തേക്കാൻ പോലെ തന്നെ കൊണ്ട് സഹിക്കില്ല. അത് താഴേക്ക് വീഴുന്നു, ബോധം വീഴുന്നു. അബൂദർ പറഞ്ഞു, പോരാ, ബിലാലിനെ ചവിട്ടിയിട്ടില്ല. ആ ബിലാലിന്റെ ബോധം തെളിഞ്ഞ് വരട്ടെ. വന്നതിന് ശേഷം എന്റെ കവിളിൽ ചവിട്ടി തേക്കാൻ ഞാൻ മാറില്ല. ഞാൻ അഹങ്കാരിയുടെ അഹങ്കാരം ദുനിയാവിൽ കുറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് കേസൊന്നും വിഷയത്തിന് കഥയില്ല. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കേസിന്റെ വിധി എന്നാണോ ആ ശിക്ഷയും എനിക്ക് വേണം. കാരണം ദുനിയാവിൽ തീരണം. അവിടെ ആഹ്ലത്തിൽ ഒരു വേദനയും നീ ഉണ്ടാക്കരുത്. അവസാനം ബിലാലിന്റെ ബോധം കൊണ്ട് വന്നപ്പോഴേക്ക് സഹാബാക്കൾ മുതിർന്നവർ ഇടപെട്ടുകൊണ്ട് അബൂദർ ഈ ബിലാലിനെ കൊലയ്ക്ക് വിളിക്കരുത്. കാരണം ബിലാൽ അവരുടെ കാലിന്റെ തള്ളവരൊന്നും ചവിട്ടിയപ്പോഴത്തേക്ക് മറന്നു വീഴുമെങ്കിൽ അവനെ കാണാൻ ചവിട്ടി തേച്ചാൽ ജീവൻ ഉണ്ടാക്കി അവൻ അറ്റാക്കൊന്ന് മരിച്ചു പോകും. അപ്പോൾ അവനെ നീ കൊല്ലരുതെന്ന് പറഞ്ഞു. അവസാനം അബൂദർ റളിയല്ലാഹു അതും കേട്ടിട്ട് ഓടിപ്പോയി ബിലാലിനെ കെട്ടിപ്പിടിച്ചിട്ട് മുട്ടൊക്കെ കൊടുത്തിട്ട് നേരെ ചെല്ലുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക്. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അബൂദർ അഹങ്കാരിയാണ് നബിയെ, എന്റെ തൊലിക്ക് വെളുപ്പ് കണ്ടു, എന്നെ പോലെ തൊരുത്ത നല്ല ആൾക്കാരായിരുന്നു. അവന് ഞാൻ കറുപ്പിയുടെ മോനെ എന്ന് വിളിച്ചപ്പോൾ ഞാനൊരു ധിക്കാരിയല്ല നബിയെ. ആ പരാതിയിൽ എനിക്ക് ശിക്ഷ നടപ്പിലാക്കണം. നാളെ ആഹ്ലത്തിൽ എനിക്കൊരു വേദന ഉണ്ടാക്കരുത്. ആ സമയത്ത് ദിവസം പറഞ്ഞു, ശിക്ഷ വിധിക്കാൻ പേപ്പറില്ല, കേസില്ല, കേസ് പിൻവലിക്കും. എന്നാൽ ഞാൻ ചെറുത്ത് എന്തുണ്ടല്ലോ, തെറ്റ് ബോധ്യമല്ലേ, എനിക്കും ബോധ്യമുണ്ട്, ബിലാലിനും ബോധ്യമുണ്ട്, കേട്ടോണ്ടെന്നവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് കേസ് ഇവിടെ നടന്നതല്ലേ, അതിനൊരു ശിക്ഷ. അങ്ങനത്തെ ശിക്ഷ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ ശിക്ഷയുള്ളൂ. നീ വിട്ടുപോകാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ആലോചന നോക്കാൻ നമ്മുടെ അവസ്ഥ എന്താ? നോമ്പ് പഠിച്ച് നടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആരെയൊക്കെ മാന്താനൊക്കെ അവരെയൊക്കെ നമ്മൾ മാന്തും. ആരെയെല്ലാം പേര് വിളിക്കാനൊക്കുമോ അവരെയെല്ലാം നമ്മൾ പേര് വിളിക്കും. ആരെയെല്ലാം കുറ്റപ്പെടുത്താനൊക്കുമോ അവരെയെല്ലാം നമ്മൾ കുറ്റപ്പെടുത്തും. എങ്കിൽ നോമ്പ് ഇവിടെ, നമ്മുടെ ഈമാൻ എവിടെ, നമ്മുടെ ആഹ്ലാദം എവിടെ?
തിരിഞ്ഞു നോക്കിയിട്ട് സുരക്ഷ മുതൽ ഈ മകരവ് വരെ എന്റെ നോമ്പ് ഒരു ബോർഡ് വന്നിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കൊടുക്കുമോ? ഏതെങ്കിലും മനുഷ്യനെ കുറിച്ച് ചർച്ച പറഞ്ഞാൽ മാത്രം പോലെ പറയുന്നത് മാത്രമല്ല പ്രശ്നം, കേട്ടോണ്ടിരിക്കുന്ന പ്രശ്നമാണ്. കേട്ടോണ്ടിരിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല ഞാൻ മറ്റൊന്നും കിട്ടിയില്ല, മിണ്ടല്ല, നീ കേട്ടോ. കേട്ടെങ്കിൽ പറഞ്ഞവൻ എന്താണോ ഉള്ളത് അത് അതുപോലെ നേരം കിട്ടും. പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ, ആരെങ്കിലും പറയാൻ പറഞ്ഞു തന്നെ ആ വായ്പ കുറച്ച് കൊട്ടുകൊടുത്തേക്കില്ല. ഇവിടുത്തെ പറ നിനക്ക് വല്ലതും പറയാനെങ്കിൽ എന്നെ കുറിച്ച് നീ പറഞ്ഞോ, എനിക്ക് കേൾക്കാൻ യാതൊരു വിഷമവും ഇല്ല. ഒരിക്കലും ചെയ്യേണ്ട. ഞാനും നീയും അല്ലാത്ത മൂന്നാമതൊരാളെ കുറിച്ച് ചർച്ച വേണ്ട. ചർച്ച ചെയ്യുന്നുവെങ്കിൽ നല്ല ചർച്ച മാത്രം മതി. മോശമായി ചർച്ച ചെയ്ത് നമ്മുടെ ആഹാരം നശിപ്പിക്കരുത്, നമ്മുടെ നോമ്പ് നശിപ്പിക്കരുത്. അത് സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സകലത്തിലേക്ക്